ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതികളുടെ ചിത്രമാണ്. അത് 24 ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ ദൃശ്യത്തിൽ കാണുന്നത് ഈ പ്രതികളാണ്. പോലീസ് പിടിയിലുള്ള പ്രതികളുടെ ചിത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, 2 പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്, അറസ്റ്റിലായവർ എന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ പേര് വിവരങ്ങൾ ഒരിക്കൽ കൂടി, അവരുടെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവർ കുറ്റം സമ്മതിച്ചു എന്നതുൾപ്പെടെ പുതിയ വിവരങ്ങൾ. അനുജ, ഏറ്റവും പുതിയ വിവരം പോലീസിനോട് പ്രതികൾ കൊലക്കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ്. അതായത് ഈ പ്രതികൾ 2 പേർ ഇപ്പോൾ 24ന്റെ സ്ക്രീനിലൂടെയാണ് ഈ കൊടും കുറ്റവാളികളെ ആദ്യമായി മലയാള പ്രേക്ഷകർ കാണുന്നത്. ഈ പ്രതികളുടെ പേര് വിശദാംശം പറയാം. ഇവർ 2 പേരും ബത്തേരിക്കാരാണ്. ഇതിൽ നീല ഷർട്ട് ധരിച്ച ആൾ അത് ജ്യോതിഷാണ്. നീല ഷർട്ട് ധരിച്ച മുടി മുൻഭാഗത്തില്ലാത്ത ആൾ ജ്യോതിഷ്. ഇയാളായിരിക്കും ഈ കേസിലെ 1ാം പ്രതിയാവാനുള്ള സാധ്യത. ഇതിൽ A1 A2 ക്രമമൊന്നും തീരുമാനിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ കേസിൽ അജീഷ് എന്ന്, അപ്പു എന്ന് വിളിക്കുന്ന അജീഷ്, ഒരു കറുത്ത പുള്ളിയുള്ള ഷർട്ടാണ്. ഇയാൾ പോലീസ് വാഹനത്തിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ്, ഫോട്ടോ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ 2 പേരും കൂടിയാണ്. ഇവർക്കൊപ്പം മറ്റു പലരുമുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നൌഷാദ് ആണ്. നൌഷാദ് ഇപ്പോൾ വിദേശത്താണ്. ഇവർ ഒരുമിച്ച് ചേർന്ന് ഗൂഢാലോചന നടത്തി. ഇവർ കൂടാതെ ഇപ്പോൾ പേര് പറയാൻ സാധിക്കാത്ത ചില പ്രതികൾ കൂടിയുണ്ട്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്നുള്ളതാണ് വിവരം. അതിൽ അവർ മാപ്പുസാക്ഷികളാകണമോ പ്രതികളാകണമോ എന്നൊക്കെ അന്വേഷണ സംഘം തീരുമാനിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആസൂത്രിതമായി ഒരു ചെറിയ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ, അതും വലിയ കോടികളുടെ സാമ്പത്തിക ഇടപാടല്ല, ആ ഇടപാടിന്റെ പേരിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയുള്ള ഒരു ആസൂത്രിത മർഡർ, അതായത് തട്ടിക്കൊണ്ടുപോയി ആസൂത്രിതമായി സംഘം ചേർന്ന് ടോർച്ചർ ചെയ്ത് ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. അത്തരം വിവരങ്ങളെല്ലാം തന്നെ ഇവരെ വിശദമായി ഇനിയും ചോദ്യം ചെയ്യുമ്പോഴാണ് പുറത്തു വരിക. പ്രാഥമികമായി 2 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തമിഴ്നാട് വയനാട് അതിർത്തിയിലുള്ള അജീഷും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ ഉള്ള ജ്യോതിഷും 2 പേരും കൊലപാതകം പോലീസിന് മുൻപിൽ സമ്മതിച്ചു കഴിഞ്ഞു. അവരുടെ 2 പേരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പ്രേക്ഷകർ കാണുന്നത്. കേരള പോലീസിന്, കോഴിക്കോട് സിറ്റി പോലീസിന് ബിഗ് സല്യൂട്ട് നൽകേണ്ടതുണ്ട്. കാരണം ഒരു മാൻ മിസ്സിംഗ് കേസ് അൺഡിറ്റക്റ്റഡ് ആയി നിരവധി കേസുകൾ പോകുന്നു. ആ ഘട്ടത്തിലാണ് ഈ കേസിൽ വലിയ ഒരു തുമ്പുണ്ടാക്കി ഈ കൊലപാതകം കണ്ടെത്തിയിരിക്കുന്നത്. അനുജ, ശരി. ഹേമചന്ദ്രൻ കൊലപാതക കേസിലെ 2 പ്രതികൾ ജ്യോതിഷ്, അപ്പു എന്ന അജീഷ്, ഈ 2 പ്രതികളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചു, കൊലപാതകം നടത്തി എന്നവർ പോലീസിനോട് കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ പോലീസ് തന്നെ പുറത്തുവിടും. പോലീസ് വാർത്താമാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് അല്പസമയം മുൻപ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്.